നമസ്കാരം, ഞാൻ അശ്വിനാണ്. തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഈ വീട്, ഒരു സ്വന്തമായിട്ടൊരു വീട് പണിയാന്നുള്ളത് തന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അതിൽ ഞാൻ പണിയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡ്രോയിങ് പ്ലാനുകളൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ലിഫ്റ്റിനെ പറ്റിയിട്ട്. അങ്ങനെ ആകുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ വയസ്സായി വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമ്പോൾ ഇപ്പോൾ നമുക്ക് തോന്നിയിരുന്നു ലിഫ്റ്റ് ഒരെണ്ണം ആവാന്നുള്ള ഒരു ഐഡിയയിൽ വന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഞങ്ങളന്ന് പ്ലാൻ ചെയ്യുമ്പോഴേക്കും ഇത് വീടിൻ്റെ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിനി വേറെ, അതായത് ലിഫ്റ്റിനായിട്ട് സെപ്പറേറ്റ് ഒരു പോർഷൻ ഉണ്ടാക്കാനായിട്ടൊരു ഏരിയ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പിറ്റുള്ള ടൈപ്പ് ഒരു ലിഫ്റ്റ് നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അവിടെ നമുക്ക് ഇപ്പോൾ ഈ വീട്ടിലേക്ക് നേരെ കറക്റ്റ് ലാൻഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലിഫ്റ്റാണ് നമുക്ക് ആവശ്യമായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ എലൈറ്റിലേക്ക് എത്തണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇമ്പ്രസ്ഡ് ആയി. പിന്നെ അവരുടെ ഡിസൈനിലും ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ വർക്കിങ്ങിലും, അതുപോലെ ഈ ലിഫ്റ്റിൻ്റെ കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഇനീഷ്യലി ഇത് എങ്ങനെയാണ് കറക്റ്റ് യൂസ് ചെയ്യാമെന്ന് അറിയാത്തതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതല്ലാണ്ട് കൂടെ നമുക്ക് വളരെയധികം സൗണ്ട് വളരെ കുറവാണ്. പിന്നെ കാണുമ്പോഴായാലും അത്യാവശ്യം ഇതിന് ഭംഗിയുള്ള മോഡലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വരുന്ന ആളുകളായാലും നമ്മോട് പറയുമ്പോൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ് ഇതിൻ്റെ ലുക്കിലും, ഇതിൻ്റെ ഒരു ക്യാബിൻ, അതുപോലെ മൊത്തത്തിലുള്ള ഒരു ഇൻ്റർഫേസ് കാണുമ്പോൾ ആളുകളെല്ലാവരും ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. സോ നമ്മളും എല്ലാവരും പറയണമ്പോൾ നമ്മളും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇതുവരെ നമുക്ക് വേറെ കംപ്ലൈൻറ്റുകളോ അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ 6 മാസം ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാണ്ട് തന്നെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നെ വിളിച്ചിട്ട് അതിൻ്റെ നിങ്ങളുടെ 6 months സർവീസായി എന്ന് പറഞ്ഞ് വിളിച്ച് പിറ്റേ ദിവസം വരികയും അവരത് കറക്റ്റായിട്ട് ചെയ്തു പോവുകയും ചെയ്തിരുന്നു. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് അച്ഛനായാലും അമ്മയ്ക്കായാലും ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോയത് പകുതി വെച്ച് നിൽക്കുക എന്നായിരുന്നു ഏറ്റവും വലിയ പേടി. നമുക്ക് ലിഫ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അന്നേ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഇതിൽ ഓട്ടോ റെസ്ക്യൂ ഉണ്ട്. നമ്മളിപ്പോൾ ഏത് നിലയിലാണോ നിൽക്കുന്നത് അതിനോട് അടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് ഇത് കറണ്ട് എങ്ങാനും പവർ സപ്ലൈ മിസ്സിങ് വന്നാൽ അത് ആ അടുത്തുള്ള ഫ്ലോറിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. അത് അതേപോലെ തന്നെ ഇന്നും നമുക്ക് 2-3 തവണ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കറണ്ട് പോവുകയാണെങ്കിൽ അത് നിയർ ബൈ ഏത് ഫ്ലോർ ആണെങ്കിൽ ആ ഫ്ലോറിലേക്ക് വന്ന് തന്നെ ഓപ്പണായി വന്ന് നിൽക്കുന്നു.